ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ട്രഡീഷണൽ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് പഴപ്പുളിശ്ശേരി. ഓക്കെ, ഏത്തപ്പഴ പുളിശ്ശേരി. ഇതിന് ഏത്തപ്പഴം, അതിലുള്ള ഏത്തപ്പഴം വേണം കേട്ടോ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്കിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഒരു പഴപ്പുളിശ്ശേരി. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഇത്ര എടുക്കത്തില്ല കേട്ടോ, അത് നമുക്ക് നോക്കാം. ഗ്രീൻ ചില്ലി, കറി ലീഫ്, തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 1 കപ്പ് തൈര് കൊണ്ട്, ഓക്കെ, 1 കപ്പ് തൈര് കൊണ്ട് നമുക്ക് ഈ പുളിശ്ശേരി ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം നമുക്ക് തൈരൊന്ന് ഉടച്ചിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഓക്കെ, കട്ടിയായിട്ടുള്ള തൈര്, തിക്കായിട്ടുള്ള തൈര്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തൈരൊന്ന് ആദ്യം ഉടച്ചിട്ട് വരാം. ഒത്തിരി വെള്ളമായാൽ കൊള്ളൂല കേട്ടോ ഈ ഏത്തപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ. അതുകൊണ്ട് മാക്സിമം വെള്ളം കുറച്ചിട്ട് തൈര് ഉടച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവാം കുറച്ച് വെള്ളമായിട്ട്. ഓക്കെ, ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് എത്ര വെള്ളം ഒഴിക്കുമെന്ന്. ഓക്കെ, ഞാനിത് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചെങ്കിൽ ഞാൻ ഒഴിച്ചില്ല കേട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിങ്ങനെ ബ്ലെൻഡ് ചെയ്തുണ്ടോ, ഇത് മതി ഉണ്ടോ. ഇതേപോലെ ആയാൽ ഒത്തിരി വെള്ളമാവില്ല കേട്ടോ. 1 കപ്പ് തൈരും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നിങ്ങളൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ, ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേപ്പം തൈര് ഇങ്ങനെ ഉടച്ചു വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വരണം. അപ്പോൾ ഏത്തപ്പഴം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് സാൾട്ട് കൂടി ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേന് നമുക്ക് ഈ തേങ്ങയൊന്ന് അരച്ചിട്ട് വരണം. തേങ്ങ എന്ന് വെച്ചാൽ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ക്യുമിൻ പൗഡറും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരിക. എന്നിട്ട് നമുക്ക് ഈ ഏത്തപ്പഴത്തിൽ കുക്ക് ചെയ്ത ഏത്തപ്പഴത്തിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യണം. ഓക്കെ, 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് മോരൊഴിക്കുക. ലാസ്റ്റ് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചു. 2 ഡ്രൈ റെഡ് ചില്ലി, 1/2 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡും, പിന്നെ വോൾ ഫെനുഗ്രീക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ. ഓക്കെ, അതും പിന്നെ 1/4 ടീസ്പൂൺ ഫെനുഗ്രീക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സീസണിങ് ചെയ്തിടുക. അതിനകത്ത് കുറച്ച് കറി ലീഫ് ഇടുക. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴ പുളിശ്ശേരി റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, എനിക്കൊന്ന് ഇത് 1/2 ഏത്തപ്പഴം മതിയായിരിക്കും. ഞാൻ പറയാം. ഓക്കെ, 1 കപ്പുണ്ടോ 1/2 കപ്പാണോ. ഓക്കെ, അനുസരിച്ചിട്ടൊക്കെ ഈ പൊടികളും ഏത്തപ്പഴമൊക്കെ ചേർക്കുക. ഓക്കെ, ഞാനിപ്പോൾ ചെറിയ ഏത്തപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പം സദ്യക്കൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സെയിം മെഷർമെൻറ്റ് തന്നെ ഡബിളാക്കി എടുത്താൽ മതി. ഓക്കെ, തൈരിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മതി നമുക്ക് ഈ ഏത്തപ്പഴം എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ തൈരിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മതി നമുക്ക് ഈ ഏത്തപ്പഴം എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ അതനുസരിച്ചിട്ടൊക്കെ ഈ പൊടികളും ഏത്തപ്പഴമൊക്കെ ചേർക്കുക. ഓക്കെ, ഞാനിപ്പോൾ ചെറിയ ഏത്തപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പം സദ്യക്കൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സെയിം മെഷർമെൻറ്റ് തന്നെ ഡബിളാക്കി എടുത്താൽ മതി. ഓക്കെ, ഏത്തപ്പഴം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചെടുക്കുക. ഇതിപ്പോൾ 1 കപ്പ് ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 1 കപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ചെറിയ ഏത്തപ്പഴം ഇതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതേ ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്ത് വെച്ച് പിന്നെ കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏത്തപ്പഴം ഇട്ടു 1/2 ടീസ്പൂൺ. ഓക്കെ, മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്യാസ് ഓൺ ചെയ്തു. ഇപ്പം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുക. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പം തിളയ്ക്കുന്നുണ്ട്. ഒക്കെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു.
ഇനി നമുക്ക് ചൂട് കുറച്ച് വെക്കാം. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അവിടെ നിന്ന് വെന്ത് വരട്ടെ. ഓക്കെ, ഏത്തപ്പഴം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. തിളച്ച് വന്നാൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ഫ്ലെയിം കുറച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിത് ഈ തേങ്ങ അരച്ചിട്ട് വരാം. ഓക്കെ, നന്നായിട്ട് അരയണം തേങ്ങ. ഓക്കെ, അപ്പോൾ ഇത് തേങ്ങ ഇങ്ങനെ അരച്ചു വെച്ചു. ഓക്കെ, കുറച്ച് മതി കേട്ടോ. കറിവേപ്പില ശരിക്കും കടുക് വറുത്തിടുമ്പോഴാണ് ഈ കറിവേപ്പില അതേപോലെ നല്ല കളറിൽ കിടക്കണം. ഓക്കെ, കണ്ടില്ലേ, ഏത്തപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ചില്ലി ആഡ് ചെയ്തു, 2-3 കറി ലീഫും ഇട്ടു. കറി ലീഫ് ഞാൻ പറഞ്ഞില്ലേ, കടുക് വറുക്കുമ്പോൾ ഇടുമ്പോൾ നന്നായിട്ട് പച്ച കളർ തന്നെ കിടക്കും ഈ കറി ലീഫ്. പക്ഷെ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യാനിടുമ്പോൾ പിന്നെ അത് ഒരു ഗ്രീൻ കളർ മാറും. എന്നിട്ട് നമുക്ക് അരപ്പനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ. ഓക്കെ, ഇതൊന്ന് ഈ അരപ്പൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, അടിച്ച് വെക്കാം, വേണമെങ്കിൽ ഫ്ലെയിം മീഡിയം ആക്കാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ അരപ്പും എന്താ പറയുന്നത് ലൈറ്റ് കഴിയുമ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഒക്കെ തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് മോരൊഴിച്ച് കൊടുക്കാം. ഇതിപ്പം അരപ്പിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞ് വരും. ഓക്കെ, നമുക്ക് ലോ ഫ്ലെയിം ഇട്ടിട്ട് മോരൊഴിച്ച് കൊടുക്കാം. അങ്ങനെ തിളക്കുമ്പോൾ ചിക്കൻ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും ഗ്രീൻ ചില്ലിയുടെ എരിവൊക്കെ ഇതിനകത്ത് ഇറങ്ങും. പിന്നെ ഉപ്പൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഏത്തപ്പഴത്തിൽ ചെയ്യും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം എന്താ വെള്ളം നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കി. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇവിടെ നിന്ന് ഇരിക്കട്ടെ. ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഇളക്കണ്ട കേട്ടോ. ഒത്തിരി ഇളക്കിയാൽ നമ്മുടെ ഏത്തപ്പഴം അങ്ങ് പോകും. ഒത്തിരി ഇളക്കണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഇങ്ങനെ വെക്കാൻ പറയാൻ വെച്ചാൽ ഈ കലത്തിന് ശരിക്കും നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ കലത്തിലുണ്ടാക്കുമ്പോൾ അപ്പോഴേ ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴേ ഉള്ളൂ ആ ചൂടൊന്ന് കുറഞ്ഞു വരുന്നില്ല. നല്ല ചൂടോടുകൂടി ഒരിക്കലും നമ്മൾ ഈ തൈരോ മോരോ ഒന്നും എടുത്ത് ഒഴിക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചൂട് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നന്നേ ഫ്ലെയിം കുറച്ച് വെച്ചേക്കും കേട്ടോ. ഇപ്പോൾ ഇതുവരെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ആ മോര് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിനി ഇളക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴപ്പുളിശ്ശേരി റെഡിയായി. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഓക്കെ, നന്നായിട്ട് ഇളക്കണം. ഓക്കെ, നമുക്കിതിൽ നിന്ന് മാറ്റാം. സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ടു മാറ്റി വെച്ചേക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഈ കലത്തിൽ നല്ല ചൂട് കാണുന്നുണ്ട്, പിരിഞ്ഞു പോവില്ല. ഓക്കെ, നന്നായിട്ട് ഇളക്കുക. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴപ്പുളിശ്ശേരി റെഡിയാണ്. നിങ്ങൾക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളിനി ഓണസദ്യക്കും വിഷുവിനോ അല്ലെങ്കിൽ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് കടുക് വറുക്കാൻ തുടങ്ങാം. ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക് ഇട്ട് കൊടുത്ത് നമ്മളിനി ഉലുവയില്ലേ, മുഴുവനായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് വറക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉലുവപ്പൊടി കറി ലീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് കടുക് മുളക് ഇടുവാണെങ്കിൽ വേഗത്തിൽ പൊട്ടി വരും. അത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഓക്കെ,
ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് കരിഞ്ഞു പോകണ്ട. ഇനിയിപ്പോൾ അതെ ഞാൻ ആ പൊടി എടുത്തിട്ട് അതിട്ടു. ഓഫ് ചെയ്യാൻ പോകും. ഓക്കെ, ഓഫ് ചെയ്തു. പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. അങ്ങനെ എല്ലാം റെഡിയായി. നമ്മൾ കടുക് വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം കടുക് വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. കടുക് വറുത്തത് ഇട്ടു. അങ്ങനെ അടിപൊളി ഏത്തപ്പഴ പുളിശ്ശേരി റെഡിയായി. അങ്ങനെ ഉലുവയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് അടുത്ത് എല്ലാം ഇളക്കി മിക്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴ പുളിശ്ശേരി റെഡിയായി. അപ്പം നിങ്ങൾ ഇതിപ്പം എന്താ പറയുക, സദ്യക്കൊക്കെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള ഏത്തപ്പഴ പുളിശ്ശേരി റെഡിയായിട്ടിരിക്കുക. നമ്മൾ കടുക് വറുത്ത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിക്കും. ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഴപ്പുളിശ്ശേരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചോറൊക്കെ ഇട്ടു. പിന്നെ ചെറിയൊരു സദ്യയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെച്ചാൽ അപ്പം സദ്യ പോലെയുണ്ട് അല്ല, ചെറിയൊരു സദ്യ, വലിയ സദ്യയല്ല. ഇത് കാളനുണ്ട്, കാളൻ വെച്ചു. ദെൻ ഓലൻ, ഞാൻ പറഞ്ഞില്ല കാളൻ്റെ സൈഡിൽ ഓലൻ വെക്കുക. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പുളിശ്ശേരി. ഓക്കെ, എൻ്റെ കഷ്ണമൊക്കെ കിടക്കുന്നുണ്ട്. കുറച്ച് പുളിശ്ശേരി ഒഴിച്ചു. അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. യമ്മി ആയിട്ട് നോക്കും. ഏത്തപ്പഴം ഉണ്ടോ കിടക്കണം, ഉണ്ടോ വെന്ത് നന്നായിട്ടൊക്കെ ഇരിക്കുക. ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയ മധുരമുള്ള പഴം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ ഓക്കെ, എന്താ പറഞ്ഞ വിഷുവിനും ഓണത്തിനുമൊക്കെ ഈ കാളനും ഓലനും ഒക്കെ വെക്കുമ്പം ഈ പഴപ്പുളിശ്ശേരിയും കൂടെ വെക്കുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.